പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി ലഭിച്ചു. ഈ ലോകയാത്രയിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം ദാനങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം കൂടി ഈ ജീവിതം തന്നെ ദാനമാണ്. അപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി ലഭിച്ചു. ഇത് നമുക്കറിയാം, ഇന്ന് ഏതെല്ലാം രീതിയിൽ ജനങ്ങൾ വളരെ ദുഃഖിതരായി, നിരാശരായി, പരാജിതരായി കഴിയുമ്പോൾ ഒരു ചെറിയ കൂട്ടം എപ്പോഴും വളരെ ജയോത്സവമായി ജീവിക്കുന്നു. അത് കാരണം എന്തെന്നറിയാമോ? അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തി പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ എതിർപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ കർത്താവിനാൽ നടത്തപ്പെടുന്ന ജനം അവർ ജയോത്സവമായി ജീവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അത് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എത്ര നല്ലതാണ്. ആരെങ്കിലും ദുഃഖിതരായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരാജിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ശിക്ഷണം നമുക്ക് ആവശ്യമാണ്. അത് എല്ലാത്തിലും വിജയിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ആ ശിക്ഷണം ലഭിക്കുന്നതെങ്കിൽ നമുക്ക് എത്ര വലിയ ഭാഗ്യമായിരിക്കും. ഈ ലോകത്തിൽ എല്ലാ കാര്യങ്ങളുടെ മേലും വിജയം വരിച്ച ജയാളിയായ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിനാൽ നടത്തപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ ഭാഗ്യകരമായ ഒരനുഭവമാണ്. അപ്പോൾ നമ്മൾ കർത്താവിലായി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജീവിതം യഥാർത്ഥമായും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, അവൻ എപ്പോഴും ജയാളിയാണ്. അവനെ ദൈവമാണ് നടത്തുന്നത്. ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുമ്പോൾ അവർ എപ്പോഴും ഏതവസ്ഥയിലും അവർക്ക് സന്തോഷിക്കാനായിട്ട് കഴിയും. അവരെ ജയാളികളാണ്. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസികളെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ വലിയ സന്തോഷം? അതെ, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയ സന്തോഷം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജയം, യഥാർത്ഥ ജയം ദൈവത്തിന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ. നമ്മൾ കൈവരിക്കുന്ന ജയം എന്നുള്ള ആ ജയം പോലും എല്ലാം താൽക്കാലികമാണ്. ആ ജയത്തിലുള്ള സന്തോഷം എല്ലാം താൽക്കാലികമാണ്. അത് അധികം നീണ്ടു നിൽക്കത്തില്ല. എന്നാൽ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ജയങ്ങളെല്ലാം അത് ശാശ്വതമാണ്. അത് വളരെ വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ നമുക്ക് കൈവന്ന ചില ജയങ്ങളെക്കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സത്യം, ഈ യാഥാർത്ഥ്യം അറിഞ്ഞ് അത് വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ശരിയായ ജയാളിയായ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. നമ്മൾ 1 കൊരിന്ത്യർ 15-57 വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ചാപ്റ്റർ 15:57, അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നോക്കുക, എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അപ്പോൾ യേശു ക്രിസ്തു ആരാണ്? നമ്മുടെ കർത്താവ്. അവിടുന്ന് എല്ലാവരുടെയും കർത്താവാണെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10:36 വായിക്കുന്നുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 10:36. അപ്പോൾ അവിടുന്ന് എല്ലാവരുടെയും കർത്താവ്. അങ്ങനെ ആ കർത്താവിനെ എല്ലാവരും കർത്താവായിട്ട് സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം, ആ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് ജയം നൽകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ജയം ആഘോഷിക്കാനായിട്ട് പറ്റില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ചിന്തിക്കുക, ഇന്ന് ഞാനൊരു ജയാളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം അവിടുന്ന് മാത്രമാണ് ഈ ലോകത്തിൽ മരണത്തെ ജയിച്ച
പാപത്തെ ജയിച്ച, പിശാചിനെ ജയിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്നും അവിടുത്തെ കല്ലറ തുറക്കപ്പെട്ടതായി കിടക്കുന്നു. നോക്കുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. ഞാൻ പോയിട്ടില്ല കേട്ടോ. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് അന്ന് കല്ലറയിൽ ചെന്ന ആ സ്ത്രീകളോട് ദൂതന്മാർ പറഞ്ഞ ഒരു കാര്യമാണ്. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നെങ്കിലും അവർക്കതൊന്നും ഗ്രഹിക്കാനായിട്ട് അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നോക്കുക, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന എല്ലാവരും പാപത്തിൽ ജനിക്കുന്നതുകൊണ്ടും പാപത്തിൻ്റെ അടിമയായതുകൊണ്ടും അവർക്ക് യഥാർത്ഥമായ ഒരു സന്തോഷം അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കറിയാം, പാപം മനുഷ്യനെ ഒരു അടിമത്തത്തിലാക്കി ആ പാപത്തിൻ്റെ അടിമച്ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ജീവിക്കുന്നവനെ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും? എന്നാൽ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് പാപത്തിന്മേൽ ജയമുള്ളത്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതലുണ്ട്. എന്തുണ്ട്? പാപത്തിൻ്റെ ശിക്ഷ. നമുക്കറിയാം, റോമാലേഖനം 6:23, റോമൻസ് ചാപ്റ്റർ 6:23, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നിത്യജീവൻ തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? നിത്യജീവന് ലഭിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളമെന്ന മരണം എന്ന് പറഞ്ഞാൽ അതിന് വിവിധമായ അർത്ഥങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ശാരീരിക മരണം, ആത്മീക മരണം, പിന്മാറ്റ മരണം, അങ്ങനെ അനേക മരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഈ പറയുന്ന ഈ മരണം എന്നുള്ളത് നിത്യാഗ്നിയിലേക്ക്, പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യാഗ്നിയിലേക്ക് പോകുന്ന മരണത്തെക്കുറിച്ചാണ്. ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയ വേർപാട്. അത് അസഹനീയമായ ഒരവസ്ഥയാണ്. നമ്മൾ ചിന്തിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം, നമുക്ക് കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ നമുക്ക് എന്ത് ലഭിച്ചു? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചു. നോക്കുക, ഇതെത്ര വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. ഈ ലോകത്തിൽ നമുക്കറിയാം, റോമാലേഖനം 3:23 വായിക്കുന്നത്, റോമൻസ് ചാപ്റ്റർ 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരു വ്യത്യാസവുമില്ല. നോക്കുക, അതിനകത്ത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ വാമനെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ അമേരിക്കക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ഓസ്ട്രേലിയക്കാരനെന്നോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, ആരുടെ കുടുംബത്തിൽ ജനിച്ചു, കുടുംബ ശ്രേഷ്ഠതയ്ക്കൊന്നും യാതൊരു പ്രയോജനമില്ല. എല്ലാവരും പാപത്തിൽ ജനിച്ചു. എല്ലാവരും പാപികളായിട്ട് ഈ ലോകത്തിൽ പിറക്കുന്നത് തന്നെ. അത് നമ്മൾ 51 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പാപിയാണ്. അവൻ്റെ മേലൊരു എഴുത്തുണ്ട്, പാപി, മരണത്തിന് വിധിക്കപ്പെട്ടവൻ. അത് നമ്മൾ കൊളോസ്യർ 2:14-15 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, അത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഇന്നും എത്രയോ പേര് ഈ സ്നേഹനിധിയായ രക്ഷകനായ ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ, ഈ വിശേഷം കേട്ട് അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തവരായിട്ടുണ്ട്. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. എത്രയോ പേർക്ക് ഈ സത്യം വെളിപ്പെട്ട് കിട്ടുന്നില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, പ്രിയമുള്ളവരെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 4:12 വായിക്കുന്നുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 4:12. അവിടെ വായിക്കുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ജനങ്ങളുടെ ഇടയിൽ
നമുക്ക് രക്ഷിക്കപ്പെടുവാൻ നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. നോക്കുക, ഭാരതീയരായ നമുക്ക് ഇന്ന് അനേക ദേവീദേവന്മാരെ കുറിച്ചൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലോകത്തിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം, ഒരേ ഒരു രക്ഷകൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. തൻ്റെ ജനനത്തെങ്കിൽ ദൂതന്മാർ പോലും സർവ്വലോകത്തോടും അറിയിപ്പാനുള്ള മഹാസന്തോഷം. കർത്താവായ യേശു ക്രിസ്തു ഈ രക്ഷിതാവ് പിറന്നിരിക്കുന്നു എന്നുള്ളത് ലൂക്കോസ് 2:10-11 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ചിന്തിക്കാതെയും മക്കളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പിറവി, ഇങ്ങനെ ഒരു നാമം, ദൂതൻ പറഞ്ഞു അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. മത്തായി 1:21 നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തിരുവെഴുത്തിനെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അറിഞ്ഞ് വിശ്വസിച്ചാൽ എത്ര വലിയ ഭാഗ്യമാണെന്നറിയോ. തിരുവെഴുത്ത് അത് തന്നെ ദൈവത്തിൻ്റെ വചനം, യഹോവയുടെ പുസ്തകം, സത്യഗ്രന്ഥം. ഞാനൊരു കാര്യം പറയട്ടെ ദൈവമക്കളെ, നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ അല്ല ദൈവവചനം വായിക്കുമ്പോൾ നമ്മളത് എത്ര ശ്രദ്ധയോട് വായിക്കണം എന്നറിയാമോ? കാരണം ഇത് ഏതെങ്കിലും ഒരു ബുദ്ധിമാനും ജ്ഞാനിയുമായ ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം അരുളി ചെയ്തതാണ്. സകലത്തെയും ഉളവാക്കിയ ദൈവം, തൻ്റെ ശബ്ദത്താൽ ഇതെല്ലാം ഉളവാക്കിയ ആ ദൈവം മനുഷ്യനോട് സംസാരിക്കുക. ഇതെത്ര വലിയ കാര്യമാണ്. നമുക്ക് ഇന്ന് മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നു. കാരണം എന്താ? കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവൻ അറിഞ്ഞുകൂടാ. നമ്മൾ ചിന്തിക്കണം, ഒരിക്കലും മരിക്കാൻ കാരണം എന്താ? ഭാവിയാണ്. ഈ മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷകൻ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ തിരുവചനം പറയുന്നത് റോമാലേഖനം 8:1, റോമൻസ് 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി, എല്ലാ മനുഷ്യരും ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. എല്ലാവരും മരിക്കും. മരണാനന്തരം ന്യായവിധി. അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചില്ല എങ്കിൽ, അവർ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള ഈ വിടുതൽ പ്രാപിച്ചില്ല എങ്കിൽ അവർക്ക് നിത്യനരകമുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ അറിയാണ്ട് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ വലിയൊരു വഞ്ചനയായി മാറും. ചിന്തിക്കുക, ജനങ്ങൾ പാപത്തിൻ്റെ ഭാരവും പേറി പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തില്ല, അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ജാതികളായിട്ടുള്ളവർക്കൊക്കെ ചില ഉത്സവങ്ങളും ചില ആഘോഷങ്ങളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആഘോഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അങ്ങനെയല്ല. ക്രിസ്ത്യാനിയുടെ ജീവിതം വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന ഒരു സന്തോഷമല്ല, എപ്പോഴും. അത് നമ്മൾ 2 Corinthians 2:14 വായിക്കുന്നില്ലേ? 2 Corinthians 2:14 ക്രിസ്തു യേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്നു. എപ്പോഴും, വല്ലപ്പോഴും അല്ല. വർഷത്തിലൊരിക്കലല്ല, മാസത്തിലൊരിക്കലല്ല, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലല്ല, എപ്പോഴും. അത് എത്ര അനുഗ്രഹമാണ്. അപ്പോൾ കർത്താവിനാൽ നയിക്കപ്പെടുന്ന ആ നല്ല ഇടയൻ്റെ ആടുകളായി നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനം നൽകി. ആ വലിയ സുവിശേഷം നമുക്ക് കേൾക്കുവാനും വിശ്വസിക്കാനും കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് എന്താ അറിയോ? പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും. അപ്പോൾ നമ്മൾ ആരും പാപം ചെയ്ത് പാപികളായി തീർന്നതല്ല, നാം ജന്മത്തിലേ പാപിയാണ്. കാരണം ഒരുവനാലാണ് പാപം ഈ ലോകത്തിൽ പ്രവേശിച്ചത്. അവിടുത്തെ മക്കളായി നമ്മൾ ജനിച്ചതുകൊണ്ടാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചെന്ന നമ്മൾ റോമർ 5:12 വായിക്കുന്നത്. നോക്കുക, റോമൻസ് 5:12. അപ്പോൾ ഈ ഏക മനുഷ്യൻ എന്ന് പറയുന്നത് ആദാമാണ്.
അപ്പോൾ ആ ആദാമിൽ, അതുകൊണ്ടാണ് 1 Corinthians 15:22 1 Corinthians chapter 15:22 ആദാമിൽ എല്ലാവരും മരിക്കുന്നു. നോക്കുക, ആദാമിൽ എല്ലാവരും മരിക്കുക. ആദാമിലുള്ള അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്ത എല്ലാവരും മരണത്തിന് അടിമകളാണ്. അവരെ മരണഭയം ഭരിക്കുന്നു. ഒടുക്കത്തെ ശത്രു എന്നാണ് മരണത്തെക്കുറിച്ച് 1 Corinthians 15:26 വായിക്കുന്നത്. 1 Corinthians 15:26 നോക്കുക. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മരണഭയത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നു. എബ്രായർ 2:14-15 നോക്കുക. നാം എല്ലാവരും മരണഭയത്തിന് അടിമകളായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അത് നമ്മെ മരണഭയത്തിൽ നിന്നും വിടുവിക്കുന്നു. ഒരു ജയോത്സവമായ ജീവിതം. നമുക്കറിയാം, ഈ ആളുകൾ എപ്പോഴും സന്തോഷിക്കും. യഥാർത്ഥ സന്തോഷം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷമാണ്. അതിന് നമ്മൾ മറ്റൊരു രീതിയിൽ രക്ഷയുടെ സന്തോഷം എന്ന് പറയും. രക്ഷയുടെ സന്തോഷം. നാം രക്ഷിക്കപ്പെട്ടു. എവിടെ നിന്ന്? ശിക്ഷയിൽ നിന്ന്. നിത്യമായ നരക ശിക്ഷയിൽ നിന്നും നാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുവാൻ കഴിയുമോ? കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെടും. അവിടെ രക്ഷിക്കപ്പെടുന്നതിന് പറഞ്ഞിരിക്കുന്ന ആ മാർഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. റോമാലേഖനം 10-ാം അതിൻ്റെ 9-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പെട്ടേക്കാമെന്നല്ല, നമ്മൾ ചിന്തിക്കണം. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഈ വചനത്തിന് യാതൊരു വ്യത്യാസവും വരികയില്ല. വളരെ ഗൗരവമായ കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ ആത്മരക്ഷയാണ്. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം എന്ന് കർത്താവ് തന്നെ ചോദിച്ചത്. ചിന്തിക്കുക. മത്തായി 16:26 നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട് ഈ രക്ഷയുടെ സന്തോഷത്തിൽ കർത്താവിനാൽ ഭരിച്ച് നടത്തപ്പെടുന്ന ആ അനുഭവം എനിക്കുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഇന്നും ഏതെങ്കിലും നിലയിൽ ഒരു മരണഭയം നമ്മളെ ഭരിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ മക്കളും കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചു വരാം. ആത്മാവിലൂടെ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. ഈ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഭയം ഉണ്ടായാൽ. വെളിച്ചമുണ്ടെങ്കിൽ പിന്നെ ഇരുട്ടില്ലല്ലോ. 1 John 4:18 പറയുന്നത്. 1 John 4:18 തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. നോക്കുക, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം എന്നുള്ളത് ദൈവസ്നേഹമാണ്. ആഗാപ്പെ സ്നേഹം. മനുഷ്യൻ്റെ സ്നേഹമൊക്കെ ഫീൽ ചെയ്യുകയ, അത് അവസരമനുസരിച്ച് മാറിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ ആ സ്നേഹം ഉള്ളിടത്ത് പിന്നെ ഭയമില്ല. ചിന്തിക്കുക. ഇന്ന് മരണത്തെക്കുറിച്ച് പലർക്കും കേൾക്കാൻ പോലും ഭയമാണ്. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രമോഷനാണ്. കാരണം അവൻ ആഗ്രഹിക്കുന്ന നാഥനെ മുഖാമുഖം കാണുവാൻ പോവുകയാണ്. സ്വർഗീയ പിതാവിനെ കാണാൻ പോവുകയാണ്. ചിന്തിക്കുക. അത് വളരെ ആനന്ദപ്രദമായൊരു കാര്യമല്ലേ ദൈവമക്കളെ? അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്മേലുള്ള ജയം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ഈ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമുള്ള ആ വിശ്വാസം, കർത്താവ് എന്തിനു വേണ്ടി മരിച്ചു? എനിക്ക് വേണ്ടി. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എനിക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്തു. അവിടുന്ന് പ്രായശ്ചിത്ത മരണം വരിച്ചു.
കർത്താവിൻ്റെ മരണം ഒരു കൊലപാതകമല്ല, ഒരു ആത്മഹത്യയല്ല, പിന്നെ എന്താണ്? ഒരു സാധാരണ മരണമല്ല, അത് പ്രായശ്ചിത്ത മരണമായിരുന്നു. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ഈ ഒരു വലിയ സത്യം നമ്മളത് വിശ്വസിച്ച് അംഗീകരിച്ചാൽ, കർത്താവിൻ്റെ മരണം എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കായിരുന്നു എന്നുള്ള ഈ സത്യം നമ്മൾ വിശ്വസിച്ച് അംഗീകരിച്ചാൽ, നമുക്ക് പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മളെ എത്രമാത്രം സന്തോഷിപ്പിക്കും. മാത്രമല്ല, ഈ അനുഭവം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വലിയ സന്തോഷം നമ്മളിൽ നിന്നും പുറപ്പെടും. ഇത് യാഥാർത്ഥ്യമായ മക്കളെ, ഇന്നും ഈ രക്ഷകനെ കുറിച്ച് പറയുമ്പോൾ, ഈ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ്. എൻ്റെ ആഗ്രഹം, ഞാൻ സുവിശേഷം പറയുന്ന എല്ലാ വ്യക്തികളും രക്ഷിക്കപ്പെട്ട് അവർ ദൈവരാജ്യത്തിലാകണം, അവർ ദൈവ മക്കളായി തീരണം, അവർ ആ ഭയങ്കരമായ ശിക്ഷാവിധിയിൽ നിന്നും, നരക ശിക്ഷാവിധിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് അവരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായി അവർ ദൈവത്താൽ ഒരു വിജയകരമായ ജീവിതം നയിക്കണമെന്നുള്ള ആത്മാർത്ഥമായ എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആരോടും എവിടെയും സുവിശേഷം പറയുവാൻ എന്നാലോളം ഞാൻ ഒരുങ്ങിയിരിക്കുക. എന്നെ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയും സാധാരണ നിലയിൽ സുവിശേഷം കേൾക്കാതെ പോകാൻ ഇടയായിട്ടില്ല. അപ്പോൾ എത്ര തിരക്കുള്ള സമയത്ത് പോലും ഒരു വ്യക്തി പുതുതായി കണ്ടാൽ ആ വ്യക്തിയെ ദൈവം എൻ്റെ അടുക്കൽ അയച്ചതാണെന്നും അദ്ദേഹത്തോട് സുവിശേഷം പറയാനുള്ള കടപ്പാട് എനിക്കുണ്ടെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മ ഉടനെ എനിക്ക് തരും. ഉടനെ ആ വ്യക്തിയോട് 2 വാക്യമെങ്കിലും പറയും, സഹോദര സഹോദരി, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും, അത് നിത്യനരകമാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടിയാണ് ലോകത്തിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. പലർക്കും കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ചൊരു വലിയ ബോധ്യമില്ല, എന്നാൽ അത് യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ മറ്റു മഹാന്മാർ മരിച്ചു അവരുടെ ശവക്കല്ലറകളിൽ നിന്ന് അടഞ്ഞു കിടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ മധ്യത്തിൽ പാലസ്തീൻ ദേശത്ത് ഒരു കല്ലറ ഇന്നും തുറക്കപ്പെട്ടതായി കിടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. എത്ര വിലപ്പെട്ട കാര്യമാണ് ഇത്! സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നമുക്ക് പാപക്ഷമ ലഭിക്കില്ല. നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ, 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 17, അവിടെ വായിക്കുന്നത്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. കണ്ടോ? എന്നാൽ അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമുക്കിന്ന് നമ്മുടെ പാപങ്ങളിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം കർത്താവ് ക്രൂശിൽ വരുത്തിയിരിക്കുന്നു. തൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമുള്ള വിശുദ്ധീകരണം, അത് വിശുദ്ധി നമ്മൾ പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരുവചനത്തിലൂടെ കണ്ട് മനസ്സിലാക്കണം, അത് വിശ്വസിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ 14-ാം വാക്യം, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ആ വാക്യങ്ങളൊക്കെ എത്ര വിലപ്പെട്ടതാണെന്നറിയോ? നമ്മൾ ചിന്തിക്കണം. ബൈബിൾ പറയുന്ന, തിരുവചനം പറയുന്ന ഓരോ വാക്കുകളും വളരെ ആഴമായ അർത്ഥമുള്ളവയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ജനനവും മരണവും അടക്കവും പുനരുത്ഥാനവും എല്ലാം കൃത്യമായ നിലയിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യം വായിക്കുമ്പോൾ വളരെ ഗഹനമായ വാക്യങ്ങളാകും. 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 3 and 4, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു. നോക്കണം, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ടു.
തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. കണ്ടോ, തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. ഇവയെല്ലാം ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വിശ്വസിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ നിത്യജീവനെ പ്രാപിച്ചുവോ? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരണത്തെ വിട്ട് ജീവനിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 5:24 കർത്താവ് പറഞ്ഞത്. നോക്കുക, പ്രവേശിച്ചേക്കാമെന്നല്ല, പ്രവേശിച്ചിരിക്കുന്നു. അതാ ഇവിടെ നമുക്ക് ഇന്ന് അനുഭവമാക്കേണ്ടേ. യഥാർത്ഥമായിട്ടും എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉറപ്പുണ്ടോ? യഥാർത്ഥമായും പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു, എനിക്ക് പാപത്തിന്മേൽ ജയം തന്നിരിക്കുന്നു, ആ ശിക്ഷയുടെ മേൽ ജയം തന്നിരിക്കുന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അതുകൊണ്ട് വളരെ താഴ്മയോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ അനുഭവത്തിലല്ലെങ്കിൽ, നമ്മൾ കർത്താവായ ഇന്ന് അനേകം പറയുന്നത് ഞങ്ങളും കർത്താവിൽ വിശ്വസിക്കുന്നതാണ്, പക്ഷെ അവർക്ക് രക്ഷാനുഭവമില്ല. ഈ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു കുറ്റസമ്മതം പലരും ചെയ്യാറില്ല. അതുകൊണ്ട് അവർക്ക് ഈ അനുഭവമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ അനുഭവമുണ്ടോ? നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചോ? നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടോ? അല്ല, നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും നിശ്ചയം. ദൈവവചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങളൊരു ജയാളിയായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എപ്പോഴും എല്ലായിടത്തും നമ്മളെ ജയാളിയായി നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. നമുക്ക് ഏത് കഷ്ടത്തിൻ്റെ മധ്യത്തിലും ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ജയഘോഷം മുഴക്കി മുന്നേറുവാൻ കഴിയും. അതാണ് യഥാർത്ഥമായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചന ജീവിതം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയട്ടെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതൊരു ജയാളിയുടെ ശബ്ദമാണ്. 1 കൊരിന്ത്യർ 15:57 വാക്യമാണ് ഞാൻ ഈ തുടർമാനമായിട്ട് പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ ലഭിക്കുന്ന ചില വിജയങ്ങളിൽ ഒന്നാമത്തെ വിജയം നമുക്ക് ലഭിച്ച പാപക്ഷമയാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. മറ്റു കാര്യങ്ങളെ ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. ഈ കാര്യത്തിൽ ഉറപ്പ് വരുത്തണേ, നഷ്ടപ്പെടരുത്, അവസരം നഷ്ടമാക്കരുത്. കർത്താവ് അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന് എല്ലാം മഹത്വം അർപ്പിക്കുന്നു.